ഇതുവരെ ഐ എസ് എല്ലിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നീണ്ടുനിന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പല ടീമുകൾക്കും തങ്ങളുടെ ട്രാൻസ്ഫറുകളെല്ലാം ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനും, അതിനെല്ലാം പുറമെ പല ടീമുകൾക്കും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന സിറ്റുവേഷനിലേക്കും ഒക്കെ തന്നെ ഇത് നീക്കിയിട്ടുണ്ടായിരുന്നതാണ്. പല ടീമുകൾക്കും ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരെ നീങ്ങേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പല ടീമുകളും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതും പല താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ തന്നെ സാലറി കട്ട് വരെ നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകൾ AFFന് ലെറ്റർ അയക്കുകയും അതിനെ തുടർന്നൊരു മീറ്റിംഗ് നടത്തുകയും അതിൽ ചില നീക്കങ്ങൾ ഒക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, ഈ ഒരു സൂപ്പർ കപ്പ് ആദ്യം നടത്തുമെന്നൊരു കാര്യം. ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. അതായത് ഈ ഒരു വർഷം എന്തായാലും ISLും സൂപ്പർ കപ്പും ഒക്കെ തന്നെ നടക്കുമെന്ന് തന്നെയായിരുന്നു അന്ന് കല്യാൺ ചൗബെ, AFFൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടും ഇതൊരു നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു വലിയൊരു മന്ദഗതിയിലേക്ക് തന്നെയായിരുന്നു. അതായത് പിന്നീടും വലിയൊരു കാര്യമായ അപ്ഡേറ്റ്സ് ഒന്നും പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നതല്ല. പക്ഷേ പിന്നീട് നടന്നിട്ടുള്ള സുപ്രീം കോർട്ടിൻ്റെ ഒരു ഇടപെടൽ വളരെയധികം സുപ്രധാനമായ നീക്കങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് 18-ാം തീയതി ഒരു ലീഗൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ഒക്കെ തന്നെ, അതായത് ലീഗൽ ക്ലബ്ബുകളുടെ ലീഗൽ ടീംസുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഒരു പുതിയ മീറ്റിംഗ് കൂടി ഓഗസ്റ്റ് 22-ാം തീയതി നടത്തും. അതായത് സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഹിയറിംഗ് ഒക്കെ തന്നെ ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി, അതായത് ഇന്ന് നടക്കുമെന്നൊരു കാര്യമായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു ഹിയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ISLുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിസൾട്ടാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയുവാണ്ട് സാധിക്കുന്നതാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ISL നിലവിൽ ഹോൾഡ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. FSDL, അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ആ ഒരു MRA കോൺട്രാക്റ്റ് വരുന്ന ഡിസംബർ 8-ാം തീയതി അവസാനിക്കുന്ന സിറ്റുവേഷനിലേക്കായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഒരു ISL ഒരു ഹോൾഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ AFFൻ്റെ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, അതായത് AFFൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു ഹോൾഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. നിലവിൽ സുപ്രീം കോർട്ട് വരുന്ന അടുത്ത ഹിയറിങ്, അതായത് ഈ ഒരു AFFൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലുള്ള അടുത്ത ഹിയറിങ് നടക്കുന്നത് ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. സോ അതിന് മുമ്പ് തന്നെ ഈ ഒരു MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള, അതായത് FSDLും AFFും തമ്മിലുള്ള ഈ ഒരു MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് നിലവിൽ സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഓഗസ്റ്റ് 28-ന് മുമ്പ് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നൊരു കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം ഒരിക്കലും പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ സ്ട്രക്ചറല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റേത്. പ്രമോഷൻ ഉൾപ്പെടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ലീഗ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഗാണ് ISL എന്നുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോർട്ടിൻ്റെ ആവശ്യപ്രകാരം FSDLും AFFും ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ ഓഗസ്റ്റ് 28-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഒരു കടുത്ത നീക്കങ്ങളിലേക്ക് പോകാതെ ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള MRA കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം അല്ലെങ്കിൽ സൊല്യൂഷൻ എടുക്കണമെന്ന് തന്നെയാണ് നിലവിൽ സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അങ്ങനെ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ പ്രതിസന്ധിയും ഒരു ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നിലവിൽ നാഷണൽ സ്പോർട്സ് ബില്ലും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും അടുത്ത ഹിയറിങ്ങിൽ ഒരു പക്ഷേ AFFൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും സോർട്ട് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതകളാണ് നിലവിൽ സുപ്രീം കോർട്ടിൻ്റെ ഇടപെടലിലൂടെ നടന്നിട്ടുള്ളത്.